ഓൺലൈൻ ബിസിനസ്സിനോട് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ 6 വർഷം മുന്നേ ഈ ഒരു ബിസിനസ് തുടങ്ങിയത് ഓൺലൈനായിട്ട് മാത്രമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഫസ്റ്റ് ആയിട്ട് ഞാൻ ഓൺലൈൻ ബിസിനസ്സിനെ പറ്റി ചിന്തിച്ച് തുടങ്ങിയത് നമുക്ക് എന്തെങ്കിലും ഏർണിങ്സ് വേണം, നമ്മളെ മൈൻഡ് ഒന്നും കൂടി സെറ്റ് ആക്കണം എന്നൊക്കെ തോന്നിയ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ബിസിനസ് ഒക്കെ ചെയ്താലോ, അത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അപ്പം നമ്മളെ കുട്ടികളുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് നമ്മൾ ലൈഫിൽ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫൈഡ്, നമുക്ക് മനസ്സിനും കൂടി ഒരു സന്തോഷം തരുന്ന രീതിയിലുള്ള ഒരു വർക്കായിരിക്കണം എന്ന രീതിയിലാണ് ഞാൻ പർദ്ദന്റെ ആദ്യമായിട്ട് ഓൺലൈൻ ബിസിനസ് തുടങ്ങുന്നത്. പർദ്ദന്റെ ബിസിനസ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് ഫ്ലോപ്പ് ആവാട്ടോ ചെയ്തത്. കാരണം ഞാൻ ബിസിനസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വിജയിച്ച ഒരാളൊന്നുമല്ല. പക്ഷെ എന്നാലും അൽഹംദുലില്ലാ ഇന്ന് ഞാൻ നല്ലൊരു രീതിയിലേക്ക് എത്തി. എൻ്റെ ബാക്കിൽ എൻ്റെ ഫാമിലീൻ്റെ സപ്പോർട്ട് ഉണ്ട്. കാരണം അതുപോലെ തന്നെ ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും മക്കളെ കാര്യങ്ങളാണെങ്കിലും നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് പല സ്ത്രീകളും ഇന്ന് ഓൺലൈൻ ബിസിനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. കസ്റ്റമേഴ്സിന്റെ നീഡ് അനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഈ ഐറ്റംസ് ഒക്കെ കണ്ടില്ലേ, നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ്. വെറും 1090 രൂപക്ക്. മോഡസ്റ്റി വെയറിലെ ഈ ഒരു ഐറ്റംസ് ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പൊ മിസ്സാക്കണ്ട കേട്ടോ.